നമ്മൾക്കില്ലേ? അപ്പൊ ചെയ്യാനോട്ട് കഴിയുന്നില്ല, പക്ഷെ ചെയ്യാത്തതിൽ നമ്മൾ കുറ്റക്കാരുമാണ് എന്ന ആ കുറ്റബോധത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ 1-2 ആളല്ല, 90 കോടി, അല്ലെങ്കിൽ 100 കോടിയിൽ 99 കോടി എന്നും പറയാം. ഇവർക്കൊക്കെ കുറ്റബോധമുണ്ട്. നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് നിർബന്ധമായിട്ടുള്ള കാര്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ്. അതിന് കഴിയാത്തതിന്റെ പേരിൽ നെഞ്ഞുരുകി, ശ്വാസം മുട്ടി, മനസ്സ് വേദനിച്ച് കഴിയുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആളുകൾ. ഈ വേദന അവസാനിപ്പിക്കണം. വളരെ എളുപ്പം അവസാനിപ്പിക്കും, ഒരു പ്രയാസമില്ല. നമ്മളുടെ വിവരക്കേടാണ് മാറ്റിയാൽ മതി. ഈ വേദന കാലാകാലം നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു പറയുന്നത് എന്താണെന്ന് നമ്മളോട് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു പറയുന്നത് എന്താ? നിത്യം പള്ളി പോകുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു എന്താ പറയുന്നത്? നിത്യം പള്ളിയിൽ പോകണം, അത് കൃത്യമായിട്ട് 5 നേരം ആദ്യത്തെ സഫിൽ തന്നെ ഏറെ നന്നായി, ഇമാമും ജമാഅത്തും ഫർദാണ് അല്ലെങ്കിൽ ഷെർത്താണ് എന്നിവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷെർത്താണ്, അതായത് അങ്ങനെ നിസ്കരിച്ചില്ലേ നിസ്കാരം തന്നെ കാര്യമല്ല, ജമാഅത്തായിട്ട് നിസ്കരിക്കണം പള്ളി പോകുമ്പോൾ. ബാങ്ക് കേട്ടോ കുരുടനാണെങ്കിൽ പോലും പള്ളിയിൽ എത്തിക്കോണമെന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ പറഞ്ഞു പോരെ. അത് മുസ്ലിമിനുണ്ട്, ബുഖാരി മുസ്ലിം എന്ന് പറഞ്ഞ മുസ്ലിമിൽ അതുണ്ട്. കുരുടനാണെങ്കിൽ പോലും ബാങ്ക് കേട്ടാൽ പള്ളിയിൽ എത്തിക്കോണം. അപ്പൊ ഇനി ബാങ്കിനെ പറ്റി പറയേണ്ടി വരും. ബാങ്ക് ഇപ്പൊ സ്പീക്കറും വെച്ച് ബാങ്ക് കൊടുത്താൽ ആരാ കേൾക്കാതിരിക്കുക? അതിന്റെ 4-5 പള്ളിയിൽ ഒന്നാകെ ബാങ്ക് കൊടുത്താൽ പിന്നെ ഏത് ചെകിരോട്ടന്മാരും കൊടുക്കും. ഇവിടുന്ന് അല്ലെങ്കിൽ അവിടുന്ന് തുടങ്ങിയിട്ട് കേൾക്കാതിരിക്കൂല, അത്ര വലിയ സ്പീക്കർ വെച്ചിട്ട് അപ്പൊ ബാങ്ക് കൊടുക്കണം. അപ്പൊ ബാങ്ക് കേട്ടവരൊക്കെ പള്ളി പോകണമെന്നും 5 നേരം ബാങ്ക് കൊടുക്കണമെന്നും, അങ്ങനെ 5 നേരം പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാഞ്ഞാൽ ആ കർമ്മം പൂർണ്ണമായ രൂപത്തിൽ നിർവഹിച്ചു എന്ന് പറയാൻ പറ്റൂല എന്നൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ച പൊതുവെയുള്ള വിശ്വാസം. ഇത് തന്നെയാണ് ഇപ്പൊ നമുക്ക് പഠിക്കേണ്ടത്. അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും പോകണം. പാടത്തെ പണിയും പറമ്പിലെ പണിയും ഒക്കെ അവിടെ കിടക്കട്ടെ, ഷാപ്പൊക്കെ അവിടെ കിടക്കട്ടെ, 5 നേരം ബാങ്ക് കൊടുക്കുക, 5 നേരം പള്ളി പോവുക, നിൽക്കരിക്കന്നെ. എന്നാലും അള്ളാഹ് ശിക്ഷിക്കരുതല്ലോ, ഇതിന് നമ്മൾ രക്ഷപ്പെടണ്ടേ? ഇത് തന്നെയാണ് ഖുർആനിന്റെ വിധി എങ്കിൽ നമ്മൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റൂല. ചെയ്യുന്നില്ലെങ്കിലോ 2-ാം നമ്പറുകാരനാണ്, അല്ലെങ്കിൽ 3-ാം അല്ലെങ്കിൽ 100-ാം നമ്പറുകാരനാണ്. ഒരൊറ്റ ദിവസം 5 നേരം പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, 3 നേരം കഴിയുന്നില്ല, 1 നേരം കഴിയുന്നില്ല, സുബഹിക്ക് തീരും കഴിയുന്നില്ല. ആകെ സുബഹിയാണ് പ്രധാനപ്പെട്ടതെന്ന് അബൂ ഹുറൈറ പഠിപ്പിച്ചിട്ടുള്ളത്. സുബഹിക്ക് എല്ലാ നേരത്തും പോകെങ്കിലും സുബഹിക്ക് പോകാൻ ഇവിടെ അധികം ആൾക്കാർക്ക് കഴിയില്ല. മറ്റു 4 നേരം കെറ്റാനുമുള്ള സുബഹിക്ക് പോകില്ല. ചുരുക്കി പറഞ്ഞാൽ സുബഹിന്റെ കാര്യം വളരെ കടം, വളരെ വിഷമവും. 4:30 മണിക്ക് 5 മണിക്ക് പ്രഭാതോദയത്തോട് തന്നെ ഒപ്പം തന്നെ നമസ്കരിക്കാം, കുളിക്കാം, പുതുക്കുകയൊക്കെ ചെയ്തിട്ട് പള്ളിയിൽ പോവുക. പ്രഭാതത്തിൽ ഈ പ്രഭാതം എന്ന് പറഞ്ഞതിന്റെ ഗുണം, അതിന്റെ സുഖം നമുക്കറിയാം. ഇത്ര സുഖകരമായ ഉറക്ക്, ഈ പ്രഭാതത്തിലുള്ള ഉറക്കിന്റെ അത്ര സുഖകരമായ ഉറക്ക് ഈ ഭൂലോകത്തില്ല. അത് സത്യ. അത് ശൈത്താൻ മൂത്രമൊഴിച്ചിട്ടാന്നാ പറയണത്. ആരും ഒഴിച്ചാലും ശരി, സംഗതി ശരിയാ. ശൈത്താൻ മൂത്രമൊഴിച്ചിട്ടാണ് ആ ഉറക്കിന് ഇത്ര സുഖം കിട്ടാൻ കാരണം എന്നാ പറയണത്. എന്തോ ആവട്ടെ, സുഖകരമായ ഉറക്കാണെന്നതിൽ യാതൊരു തർക്കമില്ല. ഇനിയിപ്പോ ആ ഉറക്കം എന്ത് ചെയ്യണം? ഈ ഉറക്ക് ഉറങ്ങാൻ പാടില്ല, ഇന്നും നാളില്ല, ഒരു കൊല്ലല്ല, മരണം വരെ ആ പ്രഭാത ഉറക്ക് നിർബന്ധമായിട്ടും മുറിക്കണം. പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റോളണം, എന്നിട്ട് പോയിട്ട് നിസ്കരിക്കണം. ഉണർന്നാ പിന്നെ കിടന്നാൽ വെട്ടിക്കൊല്ലണമെന്ന, ഉണർന്നിട്ടാണ് പിന്നെ ഉറങ്ങിയതെങ്കിൽ അവനെ കൊല്ലണമെന്ന, തല വെട്ടണമെന്ന. പിന്നെ അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ എങ്ങനെ ഉറങ്ങുക? 4-5 സ്പീക്കറിൽ കൂടി പീരങ്കി പൊട്ടിച്ച് എങ്ങനെ ഉറങ്ങുക? ഉണരാതിരിക്കുവാനെങ്കിലും. അപ്പോ പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കണം, എന്നിട്ടാ കുളിക്കണം, കുളിച്ചാൽ പള്ളിയിൽ പോകണം. സുബഹി അവരൊക്കെ തെറ്റുന്നതിന് മുമ്പ്, ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തുമ്പോൾ. ഇതെല്ലാം കൂടി ഇപ്പൊ നടക്കുന്ന കാര്യമാണോ? ആരൊക്കെ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർ നമ്മൾ നേരത്തെ പറഞ്ഞു പൈസ കൊടുക്കും. സുബഹിക്ക് അവരൊക്കെ പ്രഭാതത്തിൽ വന്ന് ബാങ്ക് കൊടുക്കുക, നിസ്കരിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ നമ്മളെല്ലാവരും കൂടി വരിയിട്ട് പിരിച്ചാണ്ട് കൊടുക്കണം. എന്നാൽ ഒരു കൂട്ടർ പോയി ഏറ്റിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ ഏറ്റോളാം. അല്ല, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുള്ളപ്പോ നെതുവത്തിന്റെ അല്ലെ ജമാഅത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അമീർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ നാട്ടിലത്തെ പള്ളിയിലത്തെ കാര്യങ്ങളും നിങ്ങളൊന്ന് ഏൽക്കി. അത് 5 നേരം എന്നുള്ളത് 4 നേരം ഞങ്ങൾ ചെയ്തോളാം. സുബഹിന്റെ കാര്യം നിങ്ങളൊന്ന് ഏൽക്കിന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജമാഅത്ത് അമീർ ഏൽക്കൂല, നെതുവത്ത് സെക്രട്ടറി ഏൽക്കൂല, നെതുവത്ത് പ്രസിഡന്റ് ഏൽക്കൂല, സമസ്ത പ്രസിഡന്റ് ഏൽക്കൂല, പിന്നെ ജനറൽ സെക്രട്ടറി മറ്റൊരൊക്കെ ഉണ്ടല്ലോ, ഒരൊറ്റ ഒന്നും ഏൽക്കൂല. നമുക്കറിയാം, അതൊക്കെ നമുക്കറിയാം. ഒറ്റൊന്നും ഏൽക്കൂല. ഒരൊറ്റൊന്ന് സുബഹിക്കെങ്കിലും കൃത്യമായിട്ട് അതാത് നാട്ടിലെ അവരുടെ പള്ളിയിൽ വന്നിട്ട് സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ ഇമാമത്തിന്റെ കാര്യം ഞാൻ ഏൽക്കാന്ന് പറയുന്ന ഒരൊറ്റ പുരോഹിത നേതാവ് കേരളത്തിലില്ലാന്ന് എനിക്കറിയാം. ഇങ്ങനെ വെറുതെ കാണാപ്പണം വരില്ല, എനിക്ക് അവരൊക്കെ അറിയേ. അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഇവരേറ്റ് ധൈര്യമായിട്ട് നിൽക്കുന്നത്.
എനിക്ക് അവരെ പറ്റി ഒരു പിടുത്തമില്ല. എനിക്ക് വിളിക്കാനോ വെല്ലുവിളിക്കാനോ ധൈര്യം വരുമോ? എനിക്കറിയാം. സമസ്തയുടെ നേതാവായ ഇ കെ അബൂബക്കർ മുസ്ലിം, ആളെ കുറ്റം പറയുന്നില്ല കേട്ടോ, ഞാൻ ആടെ ചെയ്യാം. നമ്മളുടെ ഈ ഇസ്ലാം കാര്യം മൊയ്ലിയാക്കന്മാരും പുരോഹിതന്മാരും നടത്തുന്നതിന്റെ രൂപം കിട്ടാൻ വേണ്ടി മനസ്സിലാവാൻ വേണ്ടി പറയാം. ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവിടെ മേരിക്കുന്നടുത്ത് അദ്ദേഹത്തിന്റെ നാടും ഒക്കെ അവിടെയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ട് പള്ളി. പള്ളിയിൽ ഇമാമും ജമാഅത്തുണ്ട്. ഒരു 5 നേരം പോയിട്ട് ഒരൊറ്റ നേരം ജമാഅത്തിന് മൂപ്പര് പോലില്ല. അന്വേഷിക്കേണ്ടി മൂപ്പര് പോല പള്ളിയിൽ ജമാഅത്തിന് പോല. ജമാഅത്തിന് 5 നേരം അങ്ങനെ നടക്കും, ബാങ്ക് നടക്കും, നിൽക്കാറ് നടക്കും. മൂപ്പര് ജമാഅത്തിന് പോകില്ല. എന്താ കാരണം? ഇത് കച്ചവട. ഇതിങ്ങനെ ജമാഅത്തിന്റെ പേരിൽ അതിനൊരു ശമ്പളം, ബാങ്ക് കൊടുക്കാൻ വേറൊരു ശമ്പളം. ഈ 2 ശമ്പളം കൂടി 30 ലക്ഷം ആൾക്കാരുടെ ജീവിത മാർഗം നിലനിർത്തലാപ്പതിന് ഉദ്ദേശം. മുദരിസാണെങ്കിലും ഇമാമത്ത് നിൽക്കാൻ വേറെ ആളെ ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചോ, ഞാൻ മുദരിസാണ് ശരി, പക്ഷെ ഞാൻ തീർച്ചയായും നടത്തിക്കോളാം, പിന്നിൽ നിന്ന് നിൽക്കുകയും ചെയ്തോളാം, മുമ്പിൽ നിൽക്കണമെങ്കിൽ പൈസ വേറെ കൊടുത്തിക്കേ, വേറെ ഒരു ഇമാമത്തേനെ നിർത്തിക്കാണേന്നാണ് സകല മുദരിസന്മാരും പറയല്. ചില മുദരിസന്മാർ 2 കൂടി ഇങ്ങനെ പറയാന്നുള്ള ഒരു നാണക്കേട് കൊണ്ട് ചിലരത് ഏറ്റെടുത്തു വരും. കോളേജുകളിൽ പോലും ഇമാമത്ത് നിൽക്കാൻ വേറെ ആള്, കുത്തുപോകാൻ മറ്റാണ്, ഞാനോ പിന്നിൽ നിന്ന് നിൽക്കരിക്കുക, എന്നിട്ട് ചോറിക്കുക, തീർച്ചയായും പൈസ വാങ്ങാം. ഇതൊക്കെ കച്ചവടം. ഇതൊക്കെ കച്ചവടം. മര്യാദക്ക് ഇവർ നടക്കുമെന്നപ്പോ നമ്മൾ അറിയണം. ഇവരെ നമ്മളോട് ചെയ്യാൻ നിൽക്കാൻ പറയണം. 5 നേരം പള്ളിയിൽ ചെല്ലണമെന്ന് പറയണം. കുരുടനാണെങ്കിൽ പോലും പള്ളിയിൽ വരാൻ നിർബന്ധമാണെന്ന് ഹദീസ് ഓതുണ്ട്. ചെറിയ ഹദീസ് ഒന്നല്ല, ബുഖാരിയിലും മുസ്ലിമിലൊക്കെയുള്ള ഹദീസാണ്. ഇവരെന്ത് ചെയ്യുന്നു നമ്മൾ ആദ്യം പഠിക്കണം, നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിക്കണം. അവർക്കാർക്കും ആ പണി വയ്യ. സുബഹിക്ക് തീരും വയ്യ. സുബഹിക്ക് കിടന്ന് ഉറങ്ങലന്നെ. അത് ഉറങ്ങിയാൽ കുറ്റം ചെയ്ത അവിടെ ബാങ്ക് കേട്ടിട്ട് ഈ പീരങ്കി തുളച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങാ, എന്നിട്ട് പറയാം ഞാൻ ഉറക്കത്തിൽപ്പെടും. എന്ത് ഉറക്കത്തിൽപ്പെടുന്നു? സ്പീക്കർ കൂടെ പങ്കെടുത്ത ആരാ ഉറക്കം ഉണരാതിരിക്കുക? അപ്പൊ സുബഹിക്ക് ഈ പ്രഭാതത്തിലുള്ള സുന്ദരമായ ഉറക്കണ്ടല്ലോ, അത് കല്ലത്താക്കാൻ ഈ നേതാക്കന്മാരും തയ്യാറില്ല. നമ്മളെ പറഞ്ഞ് വ്രണപ്പെടുത്താം. ഒറ്റ കുട്ടി പ്രഭാതത്തിൽ ഉറങ്ങരുത്, എല്ലാവരും പ്രഭാതത്തിൽ തന്നെ എഴുന്നേൽക്കണം, പള്ളിയിൽ വരണം. അതെന്നെ എടുക്കാം. നമസ്കാരം ഒന്നാണ് ഇപ്പൊ തുടങ്ങുന്നത്. അതെന്നെ എടുക്കാം. പ്രഭാതത്തിൽ നമസ്കരിക്കണം എന്ന ഒരു നിയമം, അത് ഫറളാണെന്ന് പറയുന്ന നിയമം ഈ പുരോഹിതന്മാർ ഈ സമുദായത്തെ പഠിപ്പിച്ചല്ലോ. ഇത് ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? ചോദിക്കണത് സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കൽ നിർബന്ധമാണെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയത്ത് ഖുർആനിലില്ല എന്നേ അച്ചടിച്ചു കൊടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ച ഒരൊറ്റ ആയത്ത് ഖുർആനിലില്ല ഉണ്ടെന്ന് പറയട്ടെ. മൊയ്ലിയാക്കന്മാരുണ്ടല്ലോ ഈ സുബഹിക്ക് അവരൊത്തിന് പോയിട്ട് നിസ്കരിക്കൽ ഇമാമും ജമാഅത്തും ഫറളാണ് ചെറുതാണെന്നൊക്കെ പറയുന്ന മൊയ്ലിയാക്കന്മാരുണ്ടല്ലോ, അവരൊരു ആയത്തിന്റെ ഇറക്കട്ടെ. സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കുന്നത് നിർബന്ധമാണെന്ന് പറഞ്ഞ ആയത്തിലാന്ന് പറയട്ടെ. പറയല്ല ഒരാൾക്കും അതായത് അവരുടെ തെളിവും നമ്മളെ തെളിവും രണ്ടും കൂടി ഇങ്ങനെ പഠിക്കാം. കുഞ്ഞാ സാഹിബ് പറഞ്ഞ മാതിരി നമ്മളെ തെളിവ് മാത്രം പറഞ്ഞിട്ട് പിന്നെ അവര് മറ്റേ തെളിവ് അവർ പറയും. അപ്പൊ ഇനി വേറെ പഠിക്കാൻ നടക്കണം. ഇപ്പൊ തന്നെ പഠിക്കാൻ, ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോവുകയും വേണം. രണ്ട് നിലക്കും ആയത്ത് സൂറത്ത് താഹ, സൂറത്ത് ഖാഫ്, 2 സൂറത്തിലും 2 ആയത്തുണ്ട്. എന്തായത്? ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽ-ഗുറൂബ്. ഖുർആൻ ഖാഫ് സൂറത്തിൽ പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമനത്തിന് മുമ്പും തസ്ബീഹ് ചെല്ലണം എന്നപ്പ അവിടെ പറഞ്ഞു. തസ്ബീഹ് ചെല്ലണം, സബ്ബിഹ്, സല്ലി, സല്ലു, അഖീമു സ്വലാത്ത, ഇതൊക്കെ വ്യത്യസ്ത പ്രയോഗങ്ങളാണ്. അത് ഓരോന്നിനും വ്യത്യസ്ത അർത്ഥവും. അപ്പൊ സബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹ, സൂര്യോദയത്തിന് മുമ്പ് തസ്ബീഹ് ചെല്ലണം, സൂര്യാസ്തമനത്തിന് മുമ്പും തസ്ബീഹ് ചെല്ലണം എന്ന് നബിയോട് പറഞ്ഞു. ശരിയാ പറഞ്ഞു. അത് സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഫറള് നിർബന്ധമാണെന്നാണോ ഇപ്പൊ പറഞ്ഞത്? നബിയോട് പറഞ്ഞു നമുക്കും ബാധ, നബിയോട് പറഞ്ഞാൽ നമ്മൾക്കും ബാധകായി, നബിക്ക് മാത്രം പറയാത്ത കാലത്തോളം. അപ്പൊ സൂര്യോദയത്തിന് മുമ്പ് എന്താ പറഞ്ഞത് മറക്കണ്ട. സൂര്യോദയത്തിന് മുമ്പ് സൂര്യാസ്തമനത്തിന് മുമ്പ് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? തസ്ബീഹ് ചെല്ലണം എന്നാ പറഞ്ഞത്. അതിന്റെ മുമ്പ് സല്ലു ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹ, സൂര്യോദയത്തിന് മുമ്പ് സൂര്യാസ്തമനത്തിന് മുമ്പ് നിങ്ങൾ നമസ്കരിച്ചോളൂ, സല്ലു അല്ലെങ്കിൽ സല്ലി അല്ലെങ്കിൽ അഖീമു സ്വലാത്ത എന്ന് പറയുന്ന ഒരൊറ്റ പ്രയോഗം ഖുർആനിലുണ്ടോ? ഇല്ല. സൂര്യോദയത്തിന് മുമ്പ് നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റ പ്രയോഗം സ്ഥലം ഖുർആനിലില്ല. തസ്ബീഹ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഖുർആൻ കൊണ്ട് എന്ത് കിട്ടും? സൂര്യോദയത്തിന് മുമ്പ്, പ്രഭാതത്തിലല്ല, അതും പ്രഭാതത്തിലല്ല, സൂര്യോദയത്തിന് കുറച്ച് മുമ്പായാൽ മതി. 6:30 മണിക്കാണ് സൂര്യോദയമെങ്കിൽ 6:15 മണിക്ക്